ബാക്ക്ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും 100% ഇൻ്റർവ്യൂവിന് ഒരുപാട് തരത്തിലുള്ള ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം ക്ഷമയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി ഈ വീഡിയോ കാണുക. ഇതിൽ പറയുന്ന ഓരോ പോയിൻറ്റുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കറിയാം, ഒരു പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ LP-UP പരീക്ഷ എഴുതി, പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്നു. മെസ്സേജ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വന്നു? ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റിൽ കട്ട് ഓഫും തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജുകൾ വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഇടയ്ക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കണം, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടോ എന്ന്. കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ പോകണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് പറയുന്ന സ്ഥലത്ത് അതാത് ഓഫീസുകളിലാണ്, അതായത് എവിടെയാണോ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ള ആ ഡേറ്റിനാ പറയുന്ന സ്ഥലത്ത് വെരിഫിക്കേഷന് കൃത്യമായിട്ട് ചെല്ലണം കേട്ടോ. ഇനി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂ ഏത് മാസത്തിലാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ്. ഇപ്പോൾ നിലവിൽ ഏപ്രിൽ മെയ് മാസത്തിലായിട്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് എന്ത് പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം തന്നെ ഇൻ്റർവ്യൂവിനും ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഇതൊരു LP-UP അധ്യാപക മേഖലയിലുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അധ്യാപക മേഖലകളിലെ ഇൻ്റർവ്യൂവിനൊക്കെ വളരെയധികം ഒബ്ജക്റ്റീവ് പരീക്ഷയോടൊപ്പം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിലവിൽ ലഭിച്ചേക്കുന്ന റാങ്ക് മെയിൻ ലിസ്റ്റ് വരുമ്പോൾ വീണ്ടും താഴ്ന്നു പോകാൻ സാധ്യത ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ലഭിച്ചേക്കുന്ന മാർക്ക് എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഒരു 50 മാർക്കാണ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഒരു 48 മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ഒന്ന് അസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ ഞാനിതൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇൻ്റർവ്യൂവിന് പ്രാധാന്യം എത്ര മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചേക്കുന്ന മാർക്ക് 50ഉം നിങ്ങളുടെ കൂട്ടുകാരിക്ക് ലഭിച്ചേക്കുന്ന മാർക്ക് ഒരു 48 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ രണ്ടുപേരും ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. നിങ്ങൾ ഇൻ്റർവ്യൂവിന് വലിയ ലാഭമായിട്ടൊന്നും കണ്ടില്ല, അത് നല്ല രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്തില്ല. എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു ബേസിക് മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമുക്കൊരു ബേസിക് മാർക്കുണ്ട്, ആ മാർക്ക് കിട്ടും. എന്നാൽ പിന്നെ അത് മതി. എത്ര കഷ്ടപ്പെട്ടാലും വലിയ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തിന് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം? അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. എന്താണ് ഇൻ്റർവ്യൂവിൻ്റെ പ്രാധാന്യമെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വളരെ രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്തില്ല. പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് വളരെ മികച്ച രീതിയിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുകയും നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിന് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ മെയിൻ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിക്ക് മാർക്ക് കുറവായിരുന്നു. കാരണം 48 മാർക്കേ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് 50 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ മുകളിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരി വരും. കാരണം എന്താ? ഇൻ്റർവ്യൂവിന് ആ കുട്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട്, നിങ്ങൾ ആ ഇൻ്റർവ്യൂവിനെ വലിയ കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ടും നിങ്ങളുടെ മാർക്ക് താഴെ പോവുകയും കൂട്ടുകാരുടെ മാർക്ക് ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ എന്താ, ഇപ്പം ആദ്യം നിങ്ങളാണ് മുമ്പിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂട്ടുകാരിയാണല്ലോ മുമ്പിലുള്ളത്. അങ്ങനെ ഒരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് എന്ത് പ്രാധാന്യമുണ്ടോ അത് തന്നെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇൻ്റർവ്യൂവിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ മികച്ച രീതിയിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇന്നാൾ ഇൻ്റർവ്യൂവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇത് കുറേ നാൾ മുമ്പാണ്, അന്നേരം ഒരു ഉദ്യോഗാർത്ഥി അതിനകത്ത് കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു, എത്ര നന്നായി പഠിച്ചാലും ഒത്തിരി വലിയ മാർക്കൊന്നും ഇൻ്റർവ്യൂവിന് കിട്ടാൻ പോകുന്നില്ല എന്ന്. പക്ഷെ അപ്പോൾ അത്രമാത്രം പ്രാധാന്യം എന്തുണ്ട്? ഇൻ്റർവ്യൂവിന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കാരണം നമ്മൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് LP-UP പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തോ അതേ സീരിയസ്നെസ് കൂടി തന്നെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത ഒരു ബേസിക് മാർക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ ബേസിക് മാർക്കല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഉയർന്ന മാർക്ക് വേണം. എന്നിരുന്നാലേ നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിൽ ഒരു മുന്നിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഇൻ്റർവ്യൂവിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്? നമ്മുടെ സബ്ജക്റ്റ് എന്താണോ നമ്മുടെ സബ്ജക്റ്റ് അതിനെക്കുറിച്ച് നല്ലൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. കൂടാതെ സമകാലീന സംഭവങ്ങൾ, ഇപ്പം നമുക്ക് ചുറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പത്രം നന്നായിട്ട് വായിക്കുന്നത്, ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ആ ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഡെയിലി വായിക്കുന്നത്
വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത്, ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് സമകാലീന സംഭവങ്ങൾ നന്നായി അറിയുന്നൊരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇപ്പം എന്താണ് സൊസൈറ്റി നടക്കുന്നതെന്ന് ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ നടക്കുന്നത്, അയ്യോ എന്താ നടക്കുന്നതെന്ന് തിരിച്ചു നമുക്ക് ഒട്ടും അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ ബ്ലിങ്കസ്യ എന്നടിച്ചിരിക്കരുത്. കാരണം എന്താണ് നമുക്ക് ചുറ്റും എന്ത് നടക്കുന്നു, സമൂഹത്തിൽ ഇപ്പോൾ സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പത്രം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല, പത്രം വായിക്കുന്നൊരു ഹാബിറ്റേ എനിക്കില്ലെങ്കിൽ പോലും കുറച്ച് നാളത്തേക്ക് നിങ്ങൾ പത്രം വായിക്കുന്നത് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം പത്രത്തിലൂടെ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇനി പത്രം വായിക്കാനുള്ളൊരു സാഹചര്യമില്ല എങ്കിൽ, ന്യൂസ് പേപ്പറൊന്നും വരുത്താനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ കൃത്യമായിട്ട് ന്യൂസ് ഫോളോ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ സമകാലീന സംഭവങ്ങൾ നമ്മൾ അറിയാം. അങ്ങനെയാണ് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഒന്നാണ് ഒരു ക്ലാസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം. ഒരു ക്ലാസ് എടുക്കാനായിട്ട് എന്തായാലും നമ്മളോട് ചോദിക്കും. അപ്പോൾ ആ ക്ലാസ് എടുക്കാൻ നല്ല രീതിയിൽ ചിലപ്പോൾ ഒരു 95% ക്ലാസ് എടുക്കാൻ നമ്മളോട് അവർ പറയും. അതായത് ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന അംഗങ്ങൾ നമ്മൾ ഇവിടെ ഒരു ക്ലാസ് എടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ അരമണിക്കൂർ 1 മണിക്കൂറുള്ള ക്ലാസ്സൊന്നും അല്ല കേട്ടോ, ഒരു 5, 10, 12 മിനിറ്റ് ഉള്ള ഒരു ക്ലാസ് എടുക്കാനായിരിക്കും ആവശ്യപ്പെടുക. അപ്പോൾ ഒരു ക്ലാസ് എടുക്കാനായിട്ട് മികച്ച രീതിയിൽ എടുക്കാനായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകും. ഒരു ആക്ടിവിറ്റി, അതായത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ആണ് എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ BEdും TTC ഒക്കെ DEdോ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്ലാസ് നമ്മൾ എടുക്കുക? ക്ലാസ് ഫസ്റ്റ് എടുക്കുമ്പോൾ എന്താ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് ക്ലാസ്സിലേക്ക് കടക്കേണ്ടത്. അല്ലെങ്കിൽ ആ ടോപ്പിക്ക് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് BEd TTC DEd കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ് എടുക്കേണ്ടത് എന്നല്ല ടീച്ചിങ് മാനുവലൊക്കെ എഴുതി പഠിച്ചു വന്നേക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വ്യക്തമായിട്ട് എങ്ങനെയാണ് ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ LP UPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ LPക്ക് വേണ്ടിയാണ് ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നതെങ്കിൽ എന്താണ് ക്ലാസ് എടുക്കുമ്പോൾ LPക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ അവർ കുഞ്ഞു മക്കളാണല്ലേ. അപ്പോൾ ആ രീതിയിൽ ഇരിക്കുന്ന അധ്യാപകർ, ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന അധ്യാപകർ എങ്ങനെയാണ് കുഞ്ഞു മക്കളാണെന്ന് അങ്ങ് വിചാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്ക് എങ്ങനെയാണ് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുക, അതേ രീതിയിൽ പഠിക്കുക. ഇനി UPക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇത്രയും കൂടെ ഉയർന്ന ഒരു 5 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് UPയിലിരിക്കുന്നത്. അപ്പോൾ എന്താ ഈ LPയിലിരിക്കുന്ന പോലെ കുട്ടികളല്ല UPയിൽ, കുറച്ചും കൂടി അവർക്കൊരു പക്വത ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിൽ അവർ ക്ലാസ് എടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ ഭയങ്കര കോളേജിലാണ് നിങ്ങൾ ക്ലാസ് എടുക്കാൻ ചെന്ന് നിൽക്കുന്നത് എന്ന രീതിയിലൊന്നും ക്ലാസ് എടുക്കരുത്. കാരണം നിങ്ങൾ ഏത് ഇൻ്റർവ്യൂവിനാണോ പോകുന്നത്, LPയുടെ ഇൻ്റർവ്യൂവിനാണെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ അതേ രീതിയിൽ, UPയുടെ ആണെങ്കിൽ അങ്ങനെ രീതിയിൽ, അതേ രീതിയിൽ നിങ്ങളുടെ യോഗ്യത എന്തോ അതിനനുസരിച്ച് വേണം ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ കുട്ടികളാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ ക്ലാസ് എടുക്കും എന്ന രീതിയിൽ വേണം നിങ്ങളതിന് പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അവർ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് നിങ്ങളോട് ഒരു ടോപ്പിക്ക് തന്നിട്ട് ക്ലാസ് എടുക്കാനായിരിക്കും ആവശ്യപ്പെടുക. അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുള്ളൊരു ടോപ്പിക്ക് ഒരു ക്ലാസ് അങ്ങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാമോ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ നമുക്ക് ടോപ്പിക്ക് തരും. ഇനി അഥവാ നമുക്ക് അവർ തരുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് എനിക്ക് അറിയില്ല, അതെങ്ങനെ പഠിപ്പിക്കുമെന്നോ അതിനെക്കുറിച്ചൊരു പോയിൻറ്റുകളൊന്നും അറിയില്ല. അപ്പോൾ അവരോട് വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുക, മാഡം അല്ലെങ്കിൽ സർ ഞാനൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, മാഡത്തിന് അല്ലെങ്കിൽ സാറിന് വിരോധം ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു ടോപ്പിക്കൊന്ന് പഠിപ്പിച്ചോട്ടെ എന്ന് വളരെ പൊളൈറ്റായിട്ട്. അല്ലെങ്കിൽ എനിക്കിതറിയാൻ പാടില്ല പഠിപ്പിക്കാൻ, ഞാനത് പഠിപ്പിച്ചാൽ ശരിയാവില്ല, ഞാൻ വേറെ പഠിപ്പിക്കട്ടെ എന്നൊന്നും അല്ല ചോദിക്കണം. വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുക, മാഡം അല്ലെങ്കിൽ സർ ഞാൻ ഇന്ന ടോപ്പിക്ക് എടുത്തോട്ടെ, ഞാൻ അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് എടുത്തോട്ടെ. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ഒരാൾ ഒരിക്കലും പറയില്ല ഇല്ല ഞങ്ങൾ പറഞ്ഞ ഇത് മാത്രമേ പറയുള്ളൂ, പഠിപ്പിക്കാവുള്ളൂ എന്ന് അവരൊന്നും ഒരിക്കലും പറയാൻ സാധ്യതയില്ല. എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഒന്ന് പഠിപ്പിച്ചോട്ടെ എന്ന് വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുക. അഥവാ അവർ ഒരു ടോപ്പിക്ക് തരുവാണെങ്കിൽ ചോദിക്കാം. ബട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത് വളരെ നല്ല രീതിയിൽ അങ്ങ് വൃത്തിയായിട്ട് പഠിപ്പിച്ചേക്കുക. ഇനി അല്ല അവർ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, അവർ തന്ന ടോപ്പിക്കിനെ കുറിച്ച് അറിയാവുന്ന കാര്യം എന്താണ് നല്ല കോൺഫിഡൻസോടുകൂടി അങ്ങ് പറഞ്ഞേക്കുക. അപ്പോൾ അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരു ടോപ്പിക്കാണ് നിങ്ങളൊന്ന് ചോദിച്ച് നോക്കുക, അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക, ഞാൻ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സർ, ഞാൻ അത് എടുത്തോട്ടെ എന്ന് വളരെ പൊളൈറ്റായിട്ട് പറയുക. ഇനി എങ്ങനെയായിരിക്കണം നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയും. നമ്മുടെ അധ്യാപികയാണ് അല്ലെങ്കിൽ അധ്യാപകനാണ്, അതുകൊണ്ട് സാരി തന്നെ ഉടുത്തിട്ട് പോകണം എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിട്ട് പോകാം. പക്ഷേ അത് ഭയങ്കര കല്യാണത്തിനൊക്കെ പോകുന്നത് പോലെ വളരെ ഭംഗിയായിട്ട് നല്ല ഇടിവെട്ട് കളറുള്ള സാരി ഉടുത്തിട്ടോ അല്ലെങ്കിൽ ചുരിദാർ ഇട്ടിട്ടോ ഏത് വസ്ത്രം ധരിച്ചിട്ടോ അതായത് ഒക്കെ പോകാതെ ഒരു ലൈറ്റ് കളറുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് പോകുക. എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ
വളരെ ലൈറ്റായിട്ടുള്ള ഡ്രസ്സായിട്ടിട്ട് പോകുക. അത് നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടു എന്ന് വെച്ചാൽ ഭയങ്കര വിലപിടിപ്പുള്ളത് ഇട്ടിട്ട് പോകാനല്ലാട്ടോ ഇതിൻ്റെ അർത്ഥം. നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്തോ അത് എപ്പോഴും നീറ്റായിരിക്കണം. നല്ല അയൺ ചെയ്ത് ചുരുങ്ങി കൂടിക്കുന്ന ഷർട്ട് പാൻറ്റ് അത് നല്ല അയൺ ചെയ്ത് ഉള്ള ഡ്രസ്സ്. അതുപോലെ ചുരിദാറാണെങ്കിൽ നല്ല അയൺ ചെയ്ത് ലൈറ്റ് ഭയങ്കര ഡാർക്ക് കളറല്ല, നിറയെ വർക്കുകളല്ലാത്ത നല്ല ഒരു ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്ലി അല്ല ഉദ്ദേശിക്കുന്നത്, വൃത്തിയായിട്ടും അതുപോലെ തന്നെ നല്ല അറേഞ്ച് ചെയ്തതായിട്ടും ബെല്ലായിട്ടുള്ള ഒരു ഡ്രസ്സ്. സാരി ഉടുക്കണമെങ്കിൽ സാരിയും ഉടുക്കുക, അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാരിയിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വേറെ ഏതെങ്കിലും വസ്ത്രം ധരിച്ചിട്ട് പോകാം. അത് നീറ്റായിരിക്കണം, നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലേക്ക് കിടക്കുമ്പോൾ അനുവാദം ചോദിക്കുക, മേയായി എന്ന് അനുവാദം ചോദിക്കുക. അവർ വരാൻ പറയുമ്പോൾ വരുമ്പോൾ ഈ ചെറിയ ആൾക്കാരുണ്ട്, ചെരുപ്പിട്ടിന് ഒരച്ച് അതായത് ഡോറിൻ്റെ സൈഡിൽ നിന്ന് സീറ്റിലേക്ക് ദൂരം ഉണ്ടാവുമല്ലോ, അപ്പോൾ ചെരുപ്പിട്ട് ഒരച്ച് പോകുന്നു. അതായത് എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് റൂളുകളുണ്ട്. ആ റൂളുകളാണ് ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ആരും ഇങ്ങനെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് കളിയാക്കി കമൻറ്റ് ഇട്ടേറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകുക, നെഗറ്റീവ് അടിക്കാൻ നിൽക്കണ്ട കേട്ടോ ആരും കമൻറ്റ് ബോക്സിൽ വന്ന്. അപ്പോൾ ചെരുപ്പിട്ടിങ്ങനെ ഒരച്ച് പോകുന്ന ഒരു ശീലമുണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യേണ്ടത്, ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു വെച്ചിട്ട് ഞാനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിൽ എങ്ങനെയാണ് നീറ്റായിട്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉരച്ച് പോകുന്ന സ്വഭാവമുണ്ട്, അതില്ലാതെ കൃത്യമായിട്ട് പോവുക. അത് ഇനി ചെയർ അവിടെ ഇരിക്കുന്നുണ്ടാവും, ആ ചെയർ ഇങ്ങനെ വലിച്ചെടുക്കും ചില ആൾക്കാർ ഇങ്ങനെ. അപ്പോൾ വലിക്കുമ്പോൾ ഡ്രെന്ന് പറഞ്ഞൊരു ഒച്ച വരും ഈ ചെയറിന്. അങ്ങനെയല്ല, ചെയർ പതുക്കെ വളരെ സ്ലോയിലിട്ടിട്ട് ഇരിക്കുക. എല്ലാവരും നല്ല കോൺഫിഡൻസ് ആയിട്ട്, ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, അതല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ ഗുഡ് ഈവനിങ്, എന്താണോ നമ്മുടെ ആ പ്രസൻറ്റ് സിനാരിയോ സിറ്റുവേഷൻ അതിനനുസരിച്ച് ആ ഇരിക്കുന്ന മെമ്പേഴ്സിനെ വിഷ് ചെയ്യുക. എല്ലാ മെമ്പേഴ്സിലുമായിട്ട് ഐ കോണ്ടാക്റ്റ് വയ്ക്കുക. അതായത് ഒരാൾ മാത്രമായിരിക്കില്ല ഇൻ്റർവ്യൂ ബോർഡിലുണ്ടാകുക, 2 കൂടുതൽ ആളുകളുണ്ടായിരിക്കും. അവരോടെല്ലാവരുടെയും ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. ഇൻ്റർവ്യൂ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്ന വരെ ഒരു ചെറിയ പുഞ്ചിരി നിർത്തി ചിരിച്ചോണ്ട്, മൊത്തം പല്ലും കാണിച്ചിങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. ഒരു പ്ലസൻറ്റ് മൈൻഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു അധ്യാപികയാണ്, അപ്പോൾ നിങ്ങൾ ആരുടെ മുമ്പിൽ നെർവസായിട്ട് നിൽക്കേണ്ട ഒരു ആളല്ല. കാരണം വരും തലമുറയെ നയിക്കേണ്ടതും അവർക്ക് വഴികാട്ടിയായി നിൽക്കേണ്ട റോഡ് മോഡലാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളവിടെ പോയി പേടിച്ച് അയ്യോ ഞാൻ ഇൻ്റർവ്യൂ ജയിക്കുമോ പാസ്സാകുമോ എന്നൊക്കെ ഓർത്തിരിക്കാതെ ഒരു തരത്തിലുള്ള ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കുക. നിങ്ങൾ ഇത്രയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കോമ്പീറ്റ് ചെയ്തൊരു പരീക്ഷയിൽ വിജയിച്ച് ഷോർട്ട് ലിസ്റ്റിൽ വന്ന് നിങ്ങളാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിജയികളല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി നിൽക്കുന്ന ഓരോരുത്തരും വിജയികളാണ്. ഇത്രയും പേരെ കോമ്പീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ വിജയിച്ചാണ് അവിടെ പോയി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ പരാജയപ്പെടുമോ എന്ന് ചോദിച്ച് ഒരു പ്രതിസന്ധി നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിജയികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിജയിച്ചത് കൊണ്ടാണ്, ഇൻ്റർവ്യൂ വരെ എത്തി നിൽക്കാൻ നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ടാണ്, നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഗുണങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു കഴിവ് കുറഞ്ഞ ആളല്ല. അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ ആളാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇൻ്റർവ്യൂ വരെ എത്തി നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഓർക്കുക. നല്ല കോൺഫിഡൻസിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുക. പിന്നെ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളോട് എന്ത് ചോദ്യം നമ്മളോട് ചോദിച്ചാലും ആ ചോദ്യത്തിനൊക്കെ ഉത്തരം അറിഞ്ഞിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്കറിയാൻ പാടില്ലാത്ത എന്തോരം കാര്യങ്ങൾ ഈ ഒരു ഭൂലോകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാമോ? എനിക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും. നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ എനിക്കറിയായിരിക്കും. അപ്പോൾ നമ്മളെ ആരും ഒരു പൂർണ്ണരല്ല. അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരിക്കലും അറിയാൻ പാടില്ല. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒത്തിരി 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 കാര്യങ്ങളുണ്ട് എന്നോർത്ത് ഞാൻ ചോദ്യം ചോദിച്ചത്, സാറിനോട് ചോദ്യം ചോദിച്ചു എനിക്ക് അറിയാൻ പാടില്ല, അപ്പോൾ ഞാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാർക്ക് അവർ കുറയ്ക്കുമോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കാം. അവർക്കറിയില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടുണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യം, മാർക്ക് കുറയ്ക്കുമോ അങ്ങനെ ഒന്നും നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം അറിയാമെങ്കിൽ എന്താണോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അത് പറയുക. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷേ ഒന്നും പറയാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് മാർക്ക് അവരിടുമോ അല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കുമോ എന്നോർത്ത് ആവശ്യമില്ലാത്ത പൊട്ടത്തരം വിളിച്ച് പറയാതിരിക്കുക. കാരണം അങ്ങനെ പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മാർക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ സോറി സാർ എനിക്കത് അറിയില്ല കേട്ടോ,
സോറി മാഡം, അല്ലെങ്കിൽ എനിക്കത് അറിയില്ല എന്ന് വളരെ പൊളൈറ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞേക്കുക. അറിയാവുന്ന കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണയും ഉണ്ടാക്കിയെടുത്തിട്ട് പോവുക. പിന്നെ നിങ്ങളുടെ പ്ലേസിനെ കുറിച്ച് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് ചോദിക്കും, ചിലവർ മാത്രമേ ചോദിക്കുകയുള്ളൂ, എല്ലാവരും ചോദിക്കണമെന്നില്ല. ഒരു നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങളുടെ പ്ലേസ്, അതായത് നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ലൊക്കേഷനെ കുറിച്ച് എന്തൊരു ഫീച്ചേഴ്സ് പറയാൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത, എന്താണ് എൻ്റെ ആ സ്ഥലത്തിലുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഗ്രാമപ്രദേശമാണ്, ആ ഗ്രാമപ്രദേശത്ത് എന്താണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനെക്കുറിച്ച് എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് കൃത്യമായിട്ട് പറയുക. അതുപോലെ നിങ്ങളവിടെ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ചിലർക്ക് ഇങ്ങനെ ചെന്നിരുന്നിട്ടുണ്ടെങ്കിൽ കാലാട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ മുറിയിൽ ബൾബുണ്ടോ, ഈ മുറിയിൽ എന്ത് ഫാനാണ് കറങ്ങുന്നത്, മുകളിലേക്കും കീഴിലേക്കും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല വേണ്ടത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ബോർഡിൻ്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. അവരിലേക്ക് ഒരു ഐ കോണ്ടാക്റ്റാണ് നമ്മൾ. എത്രയൊക്കെ പേടിയും ടെൻഷനും ഉള്ളിലുണ്ടെങ്കിൽ അത് ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. പുറത്തേക്ക് ഒരു ജസ്റ്റേഴ്സും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുക, കൈയുടെ ഉള്ളിൽ വേർക്കുക, കൈ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ കുറേ മാനറിസംസ് ഉണ്ട്. ഇതൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഓർക്കുക. അവിടെ ഇരിക്കുന്ന ആരും നമ്മളൊന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിജയികളാണ്. നിങ്ങൾ വിജയിച്ചത് കൊണ്ടാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ ബോർഡിന് മുമ്പിൽ പോയിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല അവിടെ. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ ബേസിക് മാർക്കിന് വേണ്ടിയല്ല നമ്മളവിടെ പോയിരിക്കുന്നത്. നമുക്ക് ഉയർന്ന മാർക്ക് വേണം. കാരണം നമ്മൾ കുറച്ചും കൂടി ഒരു മെയിൻ ലിസ്റ്റിൽ കുറച്ചും കൂടി ഇപ്പോൾ ഉള്ള പൊസിഷനിലേക്കാളും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയിരിക്കുന്നത്. അപ്പോൾ എന്താ, നമ്മളെക്കൊണ്ട് കഴിയുന്ന മാക്സിമം നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടി, നിങ്ങൾ എന്ത് മാറ്റം കൊണ്ടുവരും, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നങ്ങൾ, പോരായ്മകൾ, ഗുണങ്ങൾ, നേട്ടങ്ങൾ, മെച്ചങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ നമുക്കവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ തരും. അതിനകത്ത് നമ്മൾ ബയോഡേറ്റ അതിനകത്ത് ഫില്ല് ചെയ്യണം. അതിനകത്തൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനകത്തൊരു കോളമുണ്ട്, ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ ഹോബി അത് സത്യസന്ധമായിട്ട് എഴുതുക. അതല്ലാതെ ആവശ്യമില്ലാത്ത ഒരു ഹോബിയുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ചാൽ 8ൻ്റെ പണി കിട്ടും. ഫോർ എക്സാമ്പിൾ, എനിക്കറിയാവുന്ന ഒരാൾ ഹോബിയായിട്ട് അവിടെ എഴുതി റീഡിങ്ങും റൈറ്റിങ്ങും. അത് അയാളുടെ ഹോബിയൊന്നും അല്ല, പക്ഷേ ആ സമയത്ത് ബയോഡേറ്റ കിട്ടി. അന്നേരം ഇപ്പം എല്ലാവരോടും ചോദിക്കുന്നു, പണ്ട് മുതലേ ബയോഡേറ്റ കൊടുക്കാൻ പറയുമ്പോൾ റീഡിങ്ങും റൈറ്റിങ്ങും പച്ച് കാച്ചുന്നൊരു ഹോബിയല്ല എല്ലാവരും. അപ്പോൾ ശരിക്കും ഈ സുഹൃത്തിന് റീഡിങ്ങും റൈറ്റിങ്ങിനെ കുറിച്ച് യാതൊരു ബന്ധമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹോബിയല്ല അദ്ദേഹത്തിൻ്റെ. റീഡിങ്ങും റൈറ്റിംഗ് എഴുതി കൊടുത്തു. ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ആൾ ഈ റീഡിങ്ങും റൈറ്റിങ്ങിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്ന ആളായിരുന്നു. നന്നായി പുസ്തകം വായിക്കുന്ന ഒരു സാറായിരുന്നു. സാറ് ചോദിച്ചു, റീഡിങ്ങും റൈറ്റിങ്ങുമാണോ ഹോബി? അപ്പോൾ ഉദ്യോഗാർത്ഥി പറഞ്ഞു, അതെ സാർ, റീഡിങ്ങും റൈറ്റിങ്ങും തന്നെയാണ്. ഓക്കെ, ഈ അടുത്ത കാലത്ത് വായിച്ച പുസ്തകത്തിൻ്റെ പേരെന്താ? അങ്ങനെ ഒരു പുസ്തകം PSC ടെക്സ്റ്റ് ബുക്ക് അല്ലാണ്ട് ആ സുഹൃത്ത് വേറൊരു പുസ്തകം അടുത്ത കാലത്തൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പണ്ടെങ്ങോ ഏതോ ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു. പിന്നെ ആ ഒരു പുസ്തകത്തെ സംബന്ധിച്ചും അതിൻ്റെ എഴുത്തുകാരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ചും അങ്ങനെ അതിൻ്റെ വാലേക്കടിച്ച് സാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം റീഡിങ്ങും റൈറ്റിങ്ങും എൻ്റെ ഹോബിയല്ല എന്ന് സുഹൃത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അന്നേരം ആ സുഹൃത്ത് എന്നോട് പിന്നീട് വന്ന് പറഞ്ഞു, ഞാൻ ശരിക്കും വെള്ളം കുടിച്ചു പോയി, ഭയങ്കര ടെൻഷനായി, നല്ല കോൺഫിഡൻസിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു, പക്ഷേ ഇങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, യഥാർത്ഥ നിങ്ങളുടെ ഹോബി എന്താണോ അത് മാത്രം എഴുതുക. എന്നോർത്ത് സ്ലീപ്പിംഗ്, ഉറങ്ങുക എന്ന് പറയുന്നത് ചിലരുടെ ഹോബിയാണ്. എന്നോർത്ത് എൻ്റെ ഹോബി സ്ലീപ്പിംഗ് ആണെന്നൊന്നും എഴുതി വെച്ചേക്കരുത്. അതല്ല ഞാൻ മീൻ ചെയ്തത്. റീഡിങ് റൈറ്റിംഗ് ഹോബിയായിട്ട് എഴുതുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇനി റീഡിങ് റൈറ്റിംഗ് നിങ്ങളുടെ ഹോബിയാണ് എന്നോർത്ത് ഞാനത് പറഞ്ഞു, അതുകൊണ്ട് അവിടെ എഴുതാൻ പാടില്ല എന്നതിനോണ്ടൊരു യാതൊരു അർത്ഥമില്ല. റീഡിങ്ങും റൈറ്റിങ്ങും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഹോബി തന്നെയാണ്. ഞാൻ ധാരാളം പുസ്തകം വായിക്കും, എനിക്ക് നന്നായിട്ട് എഴുതുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ചെറുകഥകളൊക്കെ എഴുതും. ഇതൊക്കെ നിങ്ങളുടെ ഹോബിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം കേട്ടോ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ റീഡിങ് റൈറ്റിംഗ് എഴുതരുത്. അത് നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ഹോബിയാണ്, നിങ്ങൾ അത് തന്നെ എഴുതണം. അതല്ല നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ഹോബി. മിക്കവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഈ ഹോബി ചോദിക്കുമ്പോൾ കുറേ പേരൊക്കെ ഈ റൈറ്റിങ്ങും റീഡിങ്ങും ഒക്കെ കുറേ വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യ ഹോബികളാണ് കൈമാറി ബയോഡേറ്റയിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ബയോഡേറ്റയിൽ അത് കണ്ടിട്ടുള്ളത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതല്ല നിങ്ങളുടെ ഹോബിയെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് എഴുതരുത്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. എന്താണോ നിങ്ങളുടെ ഹോബി അത് എഴുതുക. ഇനി പറയുന്ന തരത്തിലുള്ള ഹോബികളൊന്നും എനിക്കില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹോബി, ഇപ്പോൾ സ്ലീപ്പിംഗ് ഒക്കെയാണ് എൻ്റെ ഹോബി, അല്ലെങ്കിൽ അത് എനിക്ക് ചിലപ്പോൾ
എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഗാർഡനിങ് ഹോബിയായിട്ട് കൊടുക്കാം. അതുപോലെ മ്യൂസിക് കേൾക്കുക ഹോബിയായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പേരുകളും പാട്ടുകളും ഒക്കെ കുറച്ചൊക്കെ അറിയാമെങ്കിൽ പറയാം. അതുപോലെ ഗാർഡനിങ് ഹോബിയായിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ പേരുകളൊക്കെ പഠിച്ച് ഓർത്തൊക്കെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഹോബിയൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. സമകാലീന സംഭവങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു ക്ലാസ് വ്യക്തമായി പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അഥവാ അവർ പറയുന്നത് നിങ്ങളോട് ക്ലാസ് എടുക്കാൻ പറയും, അന്നേരം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ട് ടോപ്പിക്കല്ല അവർ വേറെ ടോപ്പിക്ക് തന്നു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വളരെ പൊളൈറ്റായിട്ട് അവരോട് ചോദിക്കുക, ഞാൻ മാഡം ഞാൻ ഇന്ന ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്, ഞാനിതൊന്ന് ക്ലാസ് എടുത്തോട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ അവരെന്തായാലും അത് വേണ്ട എന്നൊന്നും പറയുന്നു തോന്നുന്നില്ല. ഒരു 99% അവരങ്ങനെ പറയില്ല. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ വ്യക്തമായിട്ട് എടുക്കുക. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ LPക്കും UPയുടെ ഇൻ്റർവ്യൂവിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാകും. ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന മെമ്പേഴ്സ് അവിടെ ചോക്കും ബോർഡൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, ബോർഡൊക്കെ ഉള്ളതായിട്ടൊന്ന് അനുമാനിച്ചുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കുക. അവസാനം അറിയാലോ, ഒരു ആക്ടിവിറ്റി ബേസ് കൊടുത്തുകൊണ്ട് വേണം ക്ലാസ്സുകൾ അവസാനിപ്പിക്കാനായിട്ട്. എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതിൻ്റെ സിനാരിയോ ഒക്കെ നിങ്ങൾക്കറിയാം. ഒരു ഓർഡർ ഉണ്ട് ക്ലാസ് എടുക്കണേനല്ലേ. കൃത്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം, കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഞാനതൊന്നും അതിനെക്കുറിച്ചൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അവസാനം ആക്ടിവിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ അവർ നിർബന്ധം പിടിക്കുകയാണ് ഇന്ന ടോപ്പിക്ക് പഠിപ്പിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുക. ടെൻഷൻ അടിക്കരുത് ഒരിക്കലും. ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കരുത്. നിങ്ങൾ വിജയികളായതുകൊണ്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പോയിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാനറിസംസ്, കാലാട്ടുക, കൈയടക്കി ഉടുപ്പിൽ തുടയ്ക്കുക, വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും അവിടെ പോയി ചെയ്യരുത് കേട്ടോ. ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു 20-25 മിനിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇൻ്റർവ്യൂ ബോർഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ മാർക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു നോക്കി നിങ്ങളുടെ മാർക്ക് ഉറപ്പായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യും. ലൈറ്റ് കളേഴ്സ് ഇട്ടിട്ട് പോവുക, നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക. വില കൂടിയ ഡ്രസ്സ് ധരിക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. കൃത്യമായിട്ട് അയൺ ചെയ്ത് വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഫയലിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ തരുന്ന ഫോമൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ഹോബീസിൻ്റെ സ്ഥാനത്ത് എന്താണോ നിങ്ങളുടെ ഹോബി അത് എഴുതുക. എനിക്ക് ഹോബി ഒന്നും പറയാനായിട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വേണം ഹോബി എഴുതാനായിട്ട്. നിങ്ങളുടെ ഹോബിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഹോബിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിന് പണി കിട്ടിയതുപോലെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അതെല്ലാം ശ്രദ്ധിക്കുക. പത്രം വായന കുറച്ച് നാളത്തേക്കെങ്കിലും ശീലമാക്കുന്നത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. LP സ്കൂൾ അസിസ്റ്റന്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആരെങ്കിലും പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ മിഷൻ LPUP 2026-27 ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.